சமூகம் நமக்கு என்ன கத்து கொடுத்துட்டு இருக்கு தெரியுமா? யாரையும் நம்பாத. அவனை பார்த்தா நல்லவன் மாதிரி இல்லடா. വിനോദ്, മനസ്സിൽ ആഗ്രഹിച്ചത് മുഴുവൻ മൂടിക്കെട്ടി ജീവിക്കുന്ന സ്ത്രീകളെ അടുത്തറിഞ്ഞിട്ടുണ്ട് ഞാൻ. അങ്ങനെ ജീവിക്കാൻ പ്രയാസമാണ്. എനിക്കത് പറ്റില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് വിനോദിനോടത് പറയാൻ തീരുമാനിച്ചത്. എനിക്കിഷ്ടമാണ്. കളങ്ങളിൽ അക്ഷരങ്ങൾ ഒളിപ്പിച്ചപ്പോൾ, ഓഡിറ്റോറിയത്തിൽ വെച്ച് തട്ടമിടാൻ പറഞ്ഞപ്പോൾ, സംസാരിക്കാൻ അറിയാതെ പകച്ചു നിന്നപ്പോൾ, ശല്യം ചെയ്തവരെ ശകാരിച്ചപ്പോഴും, മതിൽ ചാടി വന്നതിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ, അസൂയയും ദേഷ്യവും മറച്ചുവെച്ച് നല്ലവനായി അഭിനയിക്കാതിരുന്നപ്പോൾ, ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. അയാളുടെ ജാതി, മതം, ജീവിതം, ചുറ്റുപാട് ഒന്നും എനിക്കറിയില്ല. പക്ഷെ മരിച്ചുപോയ എൻ്റെ ഉമ്മയ്ക്ക് ശേഷം സ്നേഹം കൊണ്ട് സ്വാധീനിച്ച മറ്റാരും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. അതിരില്ലാത്ത സന്തോഷം. ഒരുമാതിരി സൈമൺസിൻ്റെ വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു. പോയിട്ട് എന്തായി? അവള് ഐ ലവ് യു എന്ന് പറഞ്ഞു. നട്ട മോനെ, ഇതെങ്ങനെ? അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത്രേ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഇംതിയാസും മാങ്ങാത്തുരിയൊക്കെ വെറുതെ ആയിരുന്നല്ലേ? ആ ചക്കൻ വെറുതെ പുഴു അടിച്ചായിരിക്കും. വൻ ചെലവുണ്ട് മോനെ, വൻ ചെലവ്. ഇന്ന് രാത്രി ഐഷാന്റെ മൂത്താപ്പനെ നമ്മൾ പൂട്ടാൻ പോവാ. അയാളുടെ ഫാക്ടറിയെ കുറിച്ചുള്ള അന്വേഷണം വരുന്നുണ്ടല്ലോ. അത് അട്ടിമറിക്കാൻ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. ആ മീറ്റിംഗ് കഴിയുന്നതോടെ ഓൻ ആപ്പിലാവും. ഏതായാലും മരുമോളെ നീ എടുത്തോ, മൂത്താപ്പാന നമ്മളെടുത്തോ. പൊന്നു മോനെ, കൺഗ്രാറ്റ്സ് ഉണ്ടടാ. എടാ, ഇനിയിപ്പോൾ എവിടെയാ? കണിയൂരില്ല. മീറ്റിംഗ് ഇപ്പോൾ തുടങ്ങും. എത്ര നേരം കാണും? ഒരു 1.5 മണിക്കൂർ കാണും. എന്തു പറ്റി?